കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളലശ്ശേരിയിൽ കനത്ത മഴയിലും കാറ്റിലും വാഴകൃഷി നശിച്ചു. ഏക്കറു കണക്കിന് കൃഷിയിടത്തിലെ വാഴകളാണ് വിളവെടുപ്പിന് 1.5 മാസം മുൻപ് നശിച്ചത്. തിങ്കളാഴ്ചയുണ്ടായ കാറ്റിലും മഴയിലുമാണ് വെള്ളലശ്ശേരിയിലെ വാഴകൃഷി നശിച്ചത്. ഓണവിപണി സ്വപ്നം കണ്ട് കൃഷിയിറക്കിയ വാഴ കർഷകരാണ് ദുരിതത്തിലായത്. കുലവെട്ടാൻ 1.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വാഴകൾ നിലംപൊത്തിയത്. വാഴ 500ഓളം വാഴകൾ വീണ് പോയിട്ടുണ്ട്. 2 ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്താണ്. കൃഷി ഓഫീസർ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരം എന്തോ കിട്ടാൻ അറിയില്ല. വർഷങ്ങളായി വെള്ളലശ്ശേരിയിലെ വാഴ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇൻഷുറൻസ് ഉൾപ്പെടെ ഉണ്ടായിട്ടും തങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കൊലച്ച വാഴയാണ് പകുതി മൂപ്പാവുന്നതിന് മുന്നേ ഒടിഞ്ഞു വീഴുന്നത്. കർഷകർക്ക് ഭയങ്കര ദുരിതത്തിന് അവിടുന്ന് ഇവിടുന്ന് കുറേ കടങ്ങളെടുത്ത് കടം ഇങ്ങനെ പെരുകയാണ്, അല്ലാണ്ട് യാതൊരു രക്ഷയില്ല. കഴിഞ്ഞ മുന്നത്തെ കൊല്ലം ഇവിടെ വന്നു കഴിഞ്ഞ് കംപ്ലീറ്റ് വാഴ ഒടിഞ്ഞ് ഇൻഷുർ ചെയ്ത വാഴ ഇവിടെ എഴുതിപ്പോയതാ കൃഷി ഓഫീസർ. ഒരു പൈസ എനിക്ക് അതിന് തന്നില്ല. 25 രൂപയ്ക്ക് വാഴക്കന്ന് വാങ്ങി ഭൂവുടമയ്ക്ക് പാട്ടമായി 40 രൂപയും നൽകിയാണ് കൃഷി തുടങ്ങിയത്. പന്നിശല്യമുള്ളതിനാൽ മറ്റു വിളകൾ ഇറക്കാനും സാധിക്കില്ല. വർഷങ്ങളായി ദുരിതത്തിലാണ് ഭൂമി പാട്ടത്തിനെടുത്ത് വാഴകൃഷി നടത്തുന്ന ഈ മേഖലയിലെ കർഷകർ. അധികൃതർ തങ്ങളെ പരിഗണിക്കുന്നില്ലെന്നാണ് അവരുടെ പരാതി. ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളലശ്ശേരിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ അനിരൂപ് ചീക്കോടിനൊപ്പം ഷഹാന MT, മീഡിയ 1.